ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അത് വേറൊന്നിനു വേണ്ടി ഒരുങ്ങുന്നതല്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് എടുത്താലോ. എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്ട് വീഡിയോ ആയിട്ടല്ലേ ഇടുന്നത്. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിപ്പം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആയതുകൊണ്ട് തന്നെ സാധാരണ ഞാനിടുന്ന ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഇല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റുകൾ കാണും. കാരണം സാധാരണ ഉള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള വേറെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ കാണും. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ഒരു ടോണറാണ് എടുക്കുന്നത്. ഇത് ബയോട്ടിക്കിന്റെ ടോണറാണ് കേട്ടോ. ഇത് പക്ഷേ എല്ലാവർക്കും ഒന്നും ഇത് സ്യൂട്ട് ആവത്തില്ലെന്ന് തോന്നുന്നു. എന്നോട് ആരൊക്കെയോ പറഞ്ഞായിരുന്നു, ഇതുപോലെ നന്ദുവാന്നോ ആരോ പറഞ്ഞായിരുന്നു ബയോട്ടിക്കിന്റെ അവക്ക് പിടിച്ചില്ല എന്ന്. പക്ഷെ എനിക്ക് നന്നായിട്ട് സ്യൂട്ടായി കേട്ടോ. ഇത് ഇടുമ്പോഴത്തേക്കിനും ഇത് യൂസ് ചെയ്തവർക്ക് അറിയായിരിക്കും ഒരു ചെറിയൊരു പുകച്ചിലുണ്ട്. ഫസ്റ്റ് നമ്മളിങ്ങനെ ഫേസിൽ വെക്കുമ്പം ചെറിയൊരു പുകച്ചിലുണ്ട്. അത് ആ ഫസ്റ്റ് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു റിഫ്രഷിങ് ആണ്. പിന്നെ എൻ്റെ ഫേസിൽ പോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാൻ അല്ലാതെ ഡെയിലി യൂസിന് വീട്ടിലൊക്കെ ചുമ്മാ നിൽക്കുമ്പോൾ ഒക്കെ സ്പ്രേ ആയിട്ടുള്ള മറ്റേ ആൽഗുഡ്നസിന്റെ ടോണറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കാറുണ്ട്. ഇതിപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഈ ഒരു ബയോട്ടിക്കിന്റെ ടോണറാണ് ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഫേസിലൊക്കെ ആ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെറാണ് കേട്ടോ. ഇത് ഗാർണിയറിന്റെ വിറ്റാമിൻ സി സെറാണ്. ഞാനിത് കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു സെറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സെറാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇത് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു സെറവും ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സെറം ഞാൻ തേച്ച് കൊടുക്കുവാണ്. നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ക്ലിയർ ആവാനും ഒക്കെ നല്ലൊരു സെറമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ്. സാധാരണ ഉള്ള ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാൻ ഒലയുടെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇതിപ്പോൾ പോൺസിന്റെ എങ്ങും പോകുന്നില്ലല്ലോ. എൻ്റെ അന്ന് വാങ്ങിച്ച പോൺസിന്റെ ഇത്രയും കൂടെ ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചപ്പോൾ വീട്ടിലൊക്കെ ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ടൊക്കെ എടുക്കുമ്പം ഈ ഒരു ക്രീം ഇട്ടങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പം ഈ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഡോട്ട് ആൻഡ് ഗിയുടെ സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ അകത്ത് SPF 50 PA 3+ ഉള്ളൂ. ഇപ്പൊ വലിയതായിട്ട് വെയിലത്ത് ഇറങ്ങുന്നില്ല. ഇപ്പൊ വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന വൈകിട്ട് സമയത്താണ് കേട്ടോ. വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് സൺസ്ക്രീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ വെയിലല്ലേ, 5 മണി ആയാലും വെയിൽ പോകത്തില്ല. അപ്പം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഈ ഒരു ഡോട്ട് ആൻഡ് ഗിയുടെ സൺസ്ക്രീൻ പെട്ടെന്ന് ഫേസിൽ അബ്സോർവ് ആവും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീൻ ആണ്. ഇനി ഇത് തീർന്നിട്ട് ഇനി വേറെ ഏതെങ്കിലും വാങ്ങിക്കണോ അതോ ഇനി ഇത് തന്നെ വാങ്ങിക്കണോ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്തായാലും ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് സ്യൂട്ടായി തുടങ്ങി. അതോ ഇനിയും വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ വാങ്ങി യൂസ് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊരു ചെറിയ പേടിയുണ്ട്. എന്തായാലും ഇതിന്റെ 2 ബോട്ടിലുണ്ട്. അത് തീർന്നിട്ട് എന്തായാലും തീരുമാനിക്കാം. അപ്പൊ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ലിപ് ബാം ആണ്. ഇത് ഗുഡ് വൈബ്സിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഇതിന്റെ അകത്ത് SPF ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ലിപ് ബാം കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് ലിപ്സ്റ്റിക് ആണ്. ഇത് മാർസിന്റെ ആണ് കേട്ടോ. ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു റെഡ് കളറാണ്. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ലുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ലുക്കേ മാറും. നമ്മൾ ഒട്ടും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ്. എനിക്ക് ഫീൽ ചെയ്താണ്. എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണിത്. ഇനി അടുത്തത് ഈ ഒരു സ്ട്രോബ് ക്രീം ആണ്. ഇത് എൻവൈബയുടെ സ്ട്രോബ് ക്രീം ആണ് കേട്ടോ. പോയി ഈ കണ്ണാടി നോക്കാത്തത് കൊണ്ടേ ഫോണിൽ നോക്കി ചെയ്യുന്നത് കൊണ്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരുങ്ങുന്നത് മെയിനായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, ഒരു ഗിവ് അവേയുടെ വീഡിയോ ആണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ
പിന്നീട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാലേ നമ്മുടെ ആ ഒരു ഗീവ് അവേ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഗീവ് അവേയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരുങ്ങുന്നത്. മെയിനായിട്ടും അതാണ്. പിന്നെ ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകൾ എടുക്കുമല്ലോ, അത് പിന്നെ പറയണ്ടല്ലോ. നമ്മളൊരു കാര്യത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ലുക്കിൽ തന്നെ ഒരു 10-15 വീഡിയോ എടുക്കുമല്ലോ. വീഡിയോ എടുക്കുന്നവർക്കറിയാം അതിൻ്റെ ഇത്. കാരണം നമ്മൾ മെനക്കെട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാതെ പിന്നെ നമ്മൾ ആ ഒരു മേക്കപ്പ് കളയത്തില്ല. അപ്പോൾ സ്ട്രോബ് ക്രീം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഡെയിലി ഞാൻ ചെയ്യുന്ന ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീലുള്ള ആ ഒരു സെയിം മേക്കപ്പ് തന്നെയാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് കണ്ട് മാറിയില്ലേ, ഏതാ, മോയ്സ്ചറൈസർ മാത്രം. അത് മാത്രമേ ഉള്ളൂ മാറ്റമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്തത് കണ്ണെഴുതാൻ പോവാണ്. ഇത് കണ്ടോ, NYBയുടെ കാജലാണ് ഞാൻ എടുക്കുന്നത്. നല്ല അടിപൊളി കാജലാണ് കേട്ടോ. നല്ല കറുത്ത കളറാണ്. പക്ഷേ നമ്മുടെ മറ്റേ വേറൊരു കാജലുണ്ടല്ലോ, ഹിമാലയയുടെ കാജൽ, മറ്റേ ലിപ്സ്റ്റിക്ക് പോലെ റോൾ ചെയ്യുന്നത്, അത് പക്ഷെ കുറേ നാൾ ലാസ്റ്റ് നിൽക്കും. പിന്നെ അത് പടരും. നമ്മൾ കണ്ണിൽ എഴുതി കഴിയുമ്പോൾ കണ്ണിൻ്റെ താഴേക്കൊക്കെ പടരും. പക്ഷെ ഇത് ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല. അതും നന്നായിട്ട് എന്നെ പോലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീരെ നിൽക്കത്തില്ല. ഞാനാണെങ്കിൽ കണ്ണെഴുതുമ്പോൾ എനിക്ക് നല്ല കറുപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം ഞാനിങ്ങനെ വരയ്ക്കും. അപ്പോൾ ലാസ്റ്റ് നിൽക്കത്തില്ല. ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ. പക്ഷെ നല്ല ഡാർക്ക് കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മേളിലോട്ട് ഞാൻ ആക്കുന്നില്ല, ഒടിഞ്ഞു പോയാലോ. പക്ഷെ നല്ല കാജലാണ് കേട്ടോ. NYBയുടെ കാജലാണേ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. മേക്കപ്പ് ഇത്രയേ ഉള്ളല്ലോ, ഇനിയൊന്നുമില്ല. ഇനിയും മുടി കെട്ടണം. അപ്പം ഞാൻ മുടി കെട്ടിയിട്ട് ഓടി വരാം. അപ്പം മുടി കെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഇങ്ങനെയാണ് മുടി കെട്ടിയ. മുടി നല്ല നനഞ്ഞാണ് കേട്ടോ. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മുടി നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്. മുടിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം എടുക്കുന്നുണ്ട്. അമ്മയുള്ള സമയത്ത് ഇതുപോലെ മുടിയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്കിനും അമ്മ വഴക്ക് പറയും. ഇങ്ങനെ മുടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല പെൺകുട്ടിയുടെ, പിന്നെ എന്തോ കരയുവെന്നോ ജീവിതം ശോകമായിരിക്കും, അങ്ങനെ എന്തൊക്കെയാണ് പറയും. എന്തോ അതെനിക്ക് സംഭവം അറിയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞ് തല തോർത്തിക്കാറുണ്ട്. ഇപ്പം പിന്നെ ആര് നോക്കാനടേ, നീ അമ്മ വരണം അതുപോലെ വഴക്ക് പറഞ്ഞ് ചെയ്യിക്കാനൊക്കെ. അപ്പോൾ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി കമ്മലിടണം. കമ്മലിതാ ഈ ഒരു ഡപ്പയ്ക്കകത്ത് നിറയെ കമ്മലിരിപ്പുണ്ട്. ഇതിലേതിടണമെന്ന് കൺഫ്യൂഷനാണ്. അപ്പം നമുക്ക് എന്തായാലും കമ്മൽ ഏതിടണമെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, കുറേ കമ്മലുണ്ട്. ഇതിലേതിടണം എന്നാണ് കൺഫ്യൂഷൻ. ഏതിടും? ഇതിട്ടാലോ? ഇത് മറ്റേ ബ്ലാക്ക് പെറ്റൽ പോലത്തെ സംഭവം, അതോ ഇതിടണോ? ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഇതാ കമ്മലിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വലിയ കമ്മലൊന്നും എപ്പോഴും യൂസ് ചെയ്യാറില്ല. മിക്കപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ, ആ റിങ് തന്നെ ഞാൻ ഇട്ടുകൊണ്ട് പോവാറ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ കമ്മൽ മാറിയിട്ടായിട്ട്. ഈ കമ്മൽ കുഴപ്പമില്ലല്ലോ, ഇതിടട്ടെ. അപ്പം ഇതിൻ്റെ ഒറ്റയ്ക്ക് ആണിയില്ല. അതിൻ്റെ ഒറ്റ കമ്മലിന് ആണിയില്ല. അപ്പം അതിന് ഏതെങ്കിലും ഒരു കമ്മലിൻ്റെ ആണി ഇതിൻ്റെ എടുത്തിടാം. അയ്യോ, ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലായിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോൾ കുറച്ച് പഴയതായി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലായിരുന്നു ഇത്. അതിൻ്റെ ഇവിടുത്തെ ഏതോ ഞാത്തിൻ്റെ ഒരു മണിയൊക്കെ പോവുകയും കൂടെ ചെയ്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി ഞാൻ നേരെ വീഡിയോ എടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.